നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ അവർ കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രുതി പി, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. പ്രസിഡന്റ് ശ്രുതിയാണ് നമ്മളോടൊപ്പം പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. നമസ്കാരം ശ്രുതി. എങ്ങനെയാണ് ഈ ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ, നേട്ടങ്ങളെയെല്ലാം തന്നെ നോക്കിക്കാണുന്നത്? നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഈ ലൈവിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടിയുള്ള ഒരു പഞ്ചായത്താണ് ചിറക്കൽ. കാരണം ചിറക്കലാണ് ജില്ലക്കകത്തുള്ള ഏറ്റവും മികച്ച പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഉങ്ങളോടുകൂടി പങ്കുചേരുകയാണ് എന്നാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിർവഹണം ചെയ്തതിൽ ഒന്നാം സ്ഥാനം ചിറക്കലിന് കിട്ടിയ വിവരം ഇതിന്റെ ഭാഗമായിട്ട് കൂടി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അഭിമാനമായിട്ടുള്ള ഒരു നിമിഷത്തിൽ കൂടിയാണ് പഞ്ചായത്തുള്ളത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ ലൈഫ് ഭവന പദ്ധതി ആയാലും അതോടൊപ്പം തന്നെ PMAY പദ്ധതി പ്രകാരമാണെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം വീടുകളെല്ലാം തന്നെ എത്തിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതിയാണ് കൂടുതൽ നമ്മൾ വീടുകൾ ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് വന്ന അപേക്ഷകളിൽ ആർക്കൊക്കെയാണോ വീട് വേണ്ടത് അവരെ സംബന്ധിച്ച് ലിസ്റ്റ് എടുക്കുകയും അവർക്ക് പലർക്കും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ അതിനുവേണ്ടി പ്രത്യേക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന രീതിയിൽ അതിന് പ്രത്യേക കമ്മിറ്റികളെ രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റികളാണ് അവർക്ക് വേണ്ട, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷയ പോയി അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെല്ലാം പോയി പേപ്പേഴ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. അപ്പൊ അതിന് പ്രത്യേക ടീമിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ലൈഫ് ഭവന പദ്ധതിയിലേക്ക് ഒരുപാട് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ നമ്മൾ ഈ അടുത്ത കാലത്തിന്റെ 100-ന് മുകളിൽ വീടുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വീടും സ്ഥലവും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തനമാണ് ഈ അന്തിമഘട്ടത്തിൽ, അതായത് ഈ ഭരണസമിതിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനും 100% അവർക്ക് വീടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും ഭരണസമിതിയുടെ കീഴിൽ നിന്ന് ഉണ്ടാവുന്ന ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കുടിവെള്ളം, അതോടൊപ്പം തന്നെ പൊതുജലാശയ സംരക്ഷണം എല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ഈ കുടിവെള്ളം എന്ന് പറയുന്നത് അതുപോലെ പൊതുജലാശയത്തിന്റെ സംരക്ഷണവും നമുക്കറിയാം. ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ചിറയിൽ ഒന്നാണ് ചിറക്കൽ ചിറ. ചിറക്കൽ രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ചിറക്കൽ ചിറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റവും ആദ്യം ഈ ഭരണസമിതി വന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അഴീക്കോട് നിയോജക മണ്ഡലം MLA ശ്രീ KV സുമേഷ് അവറുകളും അതുപോലെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ടീച്ചർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു വലിയ നമ്മുടെ ഒരു പിന്തുണ മൂലമായിരുന്നു നമ്മൾ ആ ചിറയുടെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നവീകരണ പ്രവർത്തനത്തിന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതൊരു ടൂറിസം മേഖലയായി ഇപ്പോൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലങ്ങളിൽ ആൾ വന്നിരിക്കുകയും അതിന് ചുറ്റുമുള്ള ഒരുപാട് അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചിറ നിൽക്കുന്നത്. രണ്ടാം ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ശ്രീ കരളായി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അതൊക്കെ അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ വേണ്ടി സാധിച്ചു. അതേപോലെയാണ് ചിറക്കൽ ചിറയേക്കാടും പഴക്കമുള്ള രാമൻകുളം, അതേപോലെ ഒരുപാട് കുളങ്ങൾ, പനങ്കാവ് കുളം, അതുപോലുള്ള പൊതുകുളങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനം മുന്നോട്ട് ഇതിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. പൊതു ജലാശയങ്ങളുടെ സംരക്ഷണ പ്രവർത്തനത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് അവയെ സംരക്ഷിക്കണം എന്നുള്ളത് അടുത്ത തലമുറക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു കെട്ടുറപ്പായിരിക്കണം എന്നതായിരുന്നു നമ്മളെ ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ജലാശയങ്ങളൊക്കെ മലിനീകരിക്കപ്പെടുകയാണ്. ആ ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ സംരക്ഷിച്ച് നമുക്ക് വരുന്ന തലമുറക്ക് അവർക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ സംരക്ഷിച്ചു വെക്കണം എന്നുള്ള
എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രവൃത്തി ഈ വരുന്ന വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ജലാശയ സംരക്ഷണ പ്രവർത്തനവും ഇതിന്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പൊതുവായിട്ടുള്ള കുളങ്ങൾ മാത്രമല്ല, ചില അമ്പലങ്ങളുടെ കീഴിലുള്ള കുളങ്ങളൊക്കെ അത് പഞ്ചായത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേക ഊന്നൽ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കൂടിയുണ്ട് ഈ ഒരു പഞ്ചായത്തിന്റെ കീഴിൽ എന്നറിയുന്നു. അപ്പോൾ ടൂറിസത്തിനും സമഗ്രമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണല്ലേ. അപ്പോൾ ഈ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? ടൂറിസം മേഖലക്കകത്ത് ഒരുപാട് പ്രാധാന്യം നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്രപ്പോസൽ ഇപ്പം ഗവൺമെന്റിലേക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ചിറക്കൽ ചെറിയായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളാക്കണം എന്നുള്ള ഒരു വലിയ ചർച്ച ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന, ഒരുപാട് അറിയപ്പെടേണ്ട അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി അറിയേണ്ട സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മള് വെറും ടൂറിസം എന്ന രീതിയിൽ പറയുന്നതിനുപരി നമ്മളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് വെക്കുന്നത് ഒരുപാട് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിന്റെ ചരിത്രവും അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഫോക്ലോർ അക്കാദമി ഈ ചെറിയുടെ തൊട്ട് സൈഡിലാണ്, ആ ഫോക്ലോർ അക്കാദമിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ടൂറിസം സാധ്യത നമ്മുടെ പ്രദേശത്തിനകത്തുണ്ട്. അതിനെ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഒരു പ്രപ്പോസൽ നമ്മൾ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അതേപോലെ MLA ഭാഗമായിട്ടും ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ടൂറിസം മേഖലക്കകത്ത് പ്രത്യേക സാധ്യതയുള്ള ഒരു പ്രദേശമായി ചെറുക്കൽ മാറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ മാറട്ടെ, സമഗ്ര വികസനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ മാലിന്യമുക്തം നവകേരളം എന്നൊരു ഒരു നവ ആശയത്തിലേക്ക് എത്തുന്നു. അത് കൈവരിക്കാൻ എല്ലാ പഞ്ചായത്തിനെ കൊണ്ടും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മാലിന്യമുക്തം നവകേരളം പദ്ധതിക്കായിട്ടുണ്ടായ സംഭാവനകൾ എന്തെല്ലാമാണ്? ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതി തീർച്ചയായും നമ്മുടെ ഈ 2020 മുതൽ 2025 വരെ വന്നിട്ടുള്ള ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് നമ്മൾ തുടക്കം മുതൽ നമ്മൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ മലിനീകരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടണമാണ് ചിറക്കൽ എന്ന് പറയുന്നത്. ചിറക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമായി കാണേണ്ടതല്ല. തീർച്ചയായും ജില്ലക്കകത്തുള്ള ഏറ്റവും വലിയ പഞ്ചായത്ത്, അതുപോലെ തന്നെ വലിയ വിസ്തീർണമുള്ള ജനസംഖ്യയുള്ള പഞ്ചായത്താണ് ചിറക്കൽ. ആ ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഭരണസമിതി വലിയ രീതിയിൽ ഇതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ 45 വർഷത്തിന് മുകളിലായി ഈ നമ്മുടെ പുതിയൊരു പട്ടണത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡംപിംഗ് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ പുതിയ ഭരണസമിതി വന്ന സമയത്ത് നമ്മൾ അതിന് എങ്ങനെ മോചനം നൽകാം, അതിന്റെ ഒരു പേര് എന്ന് പറയുന്നത് നീരൊഴുക്കും ചാൽ എന്നായിരുന്നു. നീരൊഴുക്കും ചാൽ എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായ വെള്ളം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ 45 വർഷമായും ഡംപ് ചെയ്ത ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് തീർച്ചയായും അത് 100% നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 23 വാർഡിലും 99% വൃത്തിയാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാന ഡംപിംഗ് സൈറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ മുഴുവൻ സപ്പോർട്ടും മറ്റെല്ലാ ജനപ്രതിനിധികളും നമുക്ക് നടത്തി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ള കേരളത്തിനകത്ത് തന്നെ ഒരു പ്രത്യേക ഒരു ക്യാമ്പയിൻ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പുതിയൊരു പട്ടണത്തിനകത്ത് മാലിന്യം വലിച്ചെറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ എങ്ങനെ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിന്റെ ഭാഗമായി നമ്മളൊരു നൈറ്റ് ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്തു. മുഴുവൻ വാർഡ് മെമ്പർ 23 വാർഡുകളാണ് ചിറക്കലിനെ സംബന്ധിച്ച്. 23 വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, നമ്മുടെ HI അതുപോലെയുള്ള എല്ലാ ഈ ആരോഗ്യ മേഖലകത്തുള്ള ആൾക്കാരും ഒരു രാത്രി 8 മണി മുതൽ പുലർച്ചെ ഒരു 6 മണി വരെ പുതിയതൊരു പട്ടണം കേന്ദ്രീകരിച്ചുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനം വിവിധ പോക്കറ്റുകളിലായി നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മളൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പല ഡംപിംഗ് സൈറ്റുകളും, അതായത് വലിച്ചെറിയപ്പെടുന്ന ചില സൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ സൈറ്റുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള പ്രദേശങ്ങൾക്കകത്തും ഇത്തരം ക്യാമ്പയിൻ പ്രവർത്തനം മൂലം നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ 23 വാർഡുകളും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ചിറക്കൽ നടത്തിയിട്ടുള്ളത്.
തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് പഞ്ചായത്ത് കൈവരിച്ചത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ, അത് സംരക്ഷിച്ചു പോരട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി, അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ കുടുംബശ്രീയും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമായും നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെട്ടിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മേഖല ഒരു ചെറിയ 2-3 വാർഡുകളെ കേന്ദ്രീകരിച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അതേപോലെ കൃഷി മേഖലക്കകത്ത് വലിയ സാധ്യത നമുക്കില്ല. പക്ഷേ കൃഷി മേഖലക്കകത്ത് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി നമ്മൾ തൊഴിലുറപ്പിന്റെ ഭാഗമായി അതിന് പണികൾ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല തോടുകളും മറ്റു പ്രവർത്തനങ്ങളും ഈ മേഖലക്കകത്ത്, അതായത് തൊഴിലുറപ്പ് മേഖലക്കകത്ത് കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ എല്ലാ വർഷവും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ചിറക്കലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1 കോടി മുകളില് തൊഴിൽ എടുക്കുന്നത്. കാരണം 1 കോടി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരാട്ടമായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി 1 കോടിക്ക് മുകളിൽ പൈസ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി നമ്മളെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ എന്ന് പറയുന്നത് വലിയ സ്ഥലം തന്നെ ആയതുകൊണ്ട് തന്നെ കുടുംബശ്രീ പ്രവർത്തനം ഏകോപരിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. CDS മെമ്പർമാരുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ എല്ലാ മേഖലക്കകത്തും, ഒരു കുടുംബശ്രീ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, പല മേഖലക്കകത്തും അവർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ മൂലം നമുക്ക് ഒരുപാട് പേർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വന്തം വരുമാനത്തിലേക്ക് സ്ത്രീകൾ കടന്നു വരണം എന്നുള്ള ആശയത്തോടു കൂടി തന്നെ നമുക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് വ്യത്യസ്തമായ ചില തൊഴിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളുടെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തൊഴിൽ അവസരങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പറ്റിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തനം തീർച്ചയായും ഈ പണ്ടൊക്കെ പറഞ്ഞ കുടുംബശ്രീ ഒരു യോഗം ചേരുന്നതിനുപരി അവർക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം എന്ന രീതി കൂടി ഇതിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് കുടുംബശ്രീയിൽ ഒരു മാറ്റം എന്ന രീതിയിൽ പറയാനുള്ളത്. അതുപോലെ തൊഴിലുറപ്പിനകത്ത് സ്ത്രീകൾ മാത്രമായിരുന്നു തൊഴിൽ ചെയ്തു വന്നിരുന്നുണ്ടായിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ചില യുവാക്കൾ ഇതിന്റെ ഭാഗമായി വരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി പുരുഷന്മാർ തൊഴിലുറപ്പിന്റെ ഭാഗമായി വരുന്നത് ഈ ഒരു കുറച്ച് കാലയളവിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഇത്തരം നേട്ടങ്ങളെല്ലാം തന്നെ നേടുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി പ്രധാനമായിട്ടും ഈ ഒരു പഞ്ചായത്ത് നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ ഭാവിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നത്? വെല്ലുവിളി എന്ന് പറയുന്നത്, വെല്ലുവിളിയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നേരിടുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം. തനിക്ക് നമ്മുടെ ഒരു ഭരണസമിതി പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി പോകാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ നാടിനകത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെല്ലുവിളി നമുക്ക് തോന്നുന്നത് കോവിഡോട് കൂടിയാണ് നമ്മൾ ഈ ഭരണസമിതി വരുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ഇവിടെ എത്തിച്ചേരുമ്പോൾ തീർച്ചയായും പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നമ്മളെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വർഷത്തെ ബജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ക്ഷേമ പ്രവർത്തനത്തിനകത്തേക്കാണ്. കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഈ ഭരണസമിതിയുടെ ഈ ബജറ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശുചിത്വ മേഖല കുറച്ചുകൂടി വ്യാപപ്പെടുത്തണം. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നാളെ വരുന്ന തലമുറക്കകത്ത് ഈ നാടിനകത്ത് ജീവിക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി ശുചിത്വ മേഖലക്കകത്ത് ഇടപെടണം എന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്തു പോയിട്ടുണ്ട്. അതേപോലെ ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ എടുത്തിട്ടുള്ള ഈ ഭരണസമിതിയുടെ ഭാഗമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് 10 ദിവസം ഒരു പെൻഷന്റെ അപേക്ഷ 10 ദിവസത്തിനുള്ളിൽ അതിനൊരു തീർപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഇടപെടൽ ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായി നമുക്ക് നടത്തിപ്പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ റോഡുകളുടെ പ്രവർത്തനം, റോഡ് സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നുള്ളത് നമ്മുടെ പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയാണ്. അതിനെ 100% അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം നമുക്ക് അതിന് ആവശ്യമായി നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരുടെ ആഗ്രഹപ്രകാരം നമുക്ക് അതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മുഴുവൻ റോഡുകളും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഈ കഴിഞ്ഞ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വരുന്ന സാമ്പത്തിക വർഷത്തും കൂടുതൽ റോഡുകളും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനം എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം.
തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ആരോഗ്യ രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാലിയേറ്റീവ് ആയാലും വയോജനങ്ങളെയും ഭിന്നശേഷി വിഭാഗക്കാരെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൗഹൃദപരമായി മുന്നോട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? ആരോഗ്യ മേഖലക്കകത്ത് തീർച്ചയായും സബ് സെന്ററുകളെയൊക്കെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ FHSC എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ 300-ന് മുകളിൽ OP മുന്നോട്ടേക്ക് പോകുന്ന ഒരു FHSC ആണ്. അതും അതിന് ആവശ്യമായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കകത്ത് വലിയ മാറ്റം കൊണ്ടുവന്നു. അതുപോലെ കിഡ്നി രോഗങ്ങൾ, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവരെ അവർക്ക് ആവശ്യമായ ഒരു സപ്പോർട്ട് നൽകുന്നതിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് അവർക്ക് കിറ്റ് നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെയാണ് നമ്മുടെ ആരോഗ്യ മേഖലക്കകത്ത് കൂടുതൽ ആളുകളെ വിന്യസിപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ നല്ല പ്രവർത്തനം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അവരെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കുറച്ചുകൂടി ആഴ്ന്ന രീതിയിൽ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പാലിയേറ്റീവ് എന്ന് പറയുന്നത്. 300-ൽ പരം പാലിയേറ്റീവ് രോഗികൾ നമ്മളെ പഞ്ചായത്തിനകത്തുണ്ട്. അവരെയൊക്കെ 2 പാലിയേറ്റീവ് കെയറുകളാണ് പോയി സന്ദർശിക്കുന്നത്. അതേപോലെ ജില്ലക്കകത്ത് ആയുർവേദ പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്ന 2 പഞ്ചായത്തുകൾ ഒന്ന് ചിറക്കലാണ്. അതും കൃത്യമായി എല്ലാ മാസവും വീടുകൾ കേന്ദ്രീകരിച്ച് അവർക്ക് ആവശ്യമായ മരുന്നുകളും അവർക്കൊരു സപ്പോർട്ടും അവരോട് ഇരുന്ന് സംസാരിക്കുക. ഈ പലർക്കും ഉള്ള പ്രശ്നം അവർക്ക് മരുന്ന് കിട്ടലോ ഭക്ഷണം കിട്ടലോ ഒന്നുമല്ല, അവരോട് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ പാലിയേറ്റീവ് സിസ്റ്റർമാരും അതേപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാർ, അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഈ വരുന്ന സിസ്റ്റർമാർ ഇരുന്ന് അവരോട് സംസാരിച്ച് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും കൂടി ഇതിന്റെ ഭാഗമായി നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തട്ടെ. വരും കാലയളവിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രുതി.